വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപീകരിക്കാനുള്ള രാഷ്ട്രീയ പരിസരം ഒരുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചോ എന്നാണ് ആദ്യഘട്ടത്തിൽ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജെ.ആർ. പത്മകുമാർ, 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതിൽ ഉത്തർപ്രദേശ് സംസ്ഥാനവും ഉണ്ട്. ഈ സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടല്ലേ ഏകാത്മ മാനവ ദർശനം? ഇത് പണ്ടേ ഉള്ളതാണ് ജനസംഘത്തിന്റെ കാലം മുതൽ. ഇപ്പോൾ പൊടിതട്ടി വീണ്ടും എടുക്കുന്നത് ബി.ജെ.പി. ഇത് നിഷേധിക്കാമോ ഈ വിമർശനം? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ എന്താണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഞങ്ങൾക്ക് ജനസംഘം തന്നെയായിരുന്നു ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സംഘടന. ആ സംഘടനയിൽ നിന്നിപ്പോൾ ബി.ജെ.പിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല, ഞങ്ങളുടെ ആശയത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പൊടി തട്ടി എടുത്തതൊന്നുമല്ല. ഞങ്ങൾ ജനസംഘത്തിൽ നിന്ന് ബി.ജെ.പിയിലേക്കുള്ള പരിണാമം ആ സമയത്ത് എപ്പോഴും ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചത്, ഞങ്ങളുടെ പ്രവർത്തന പദ്ധതിയായി മുന്നോട്ട് വച്ചിട്ടുള്ളത്, ഞങ്ങൾ പിന്തുടരാൻ ആലോചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം ഏകാത്മ മാനവം തന്നെയാണ്, മാനവ ദർശനം തന്നെയാണ്. ഏകാത്മ മാനവ ദർശനത്തിൽ നിന്ന് വിട്ടുതൊട്ട് ഒരു ദർശനത്തെ അല്ലെങ്കിൽ ഒരു ആശയത്തെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് അന്നും എന്നും പറയുന്നത് കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായിട്ട് ഭാരതീയമായ ഒരു ദർശനമുണ്ട്. അത് മറ്റ് ഇസങ്ങൾക്കോ അല്ലെങ്കിൽ തത്വങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒന്നും മനുഷ്യൻ്റെ പൂർണ്ണമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമഗ്രവും സമ്പൂർണവുമായ ഒരു സാമൂഹിക പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകാത്മ മാനവ ദർശനത്തിന് എന്നും പ്രസക്തിയുണ്ട്, കാലികമായി പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ആ ആശയം കൂടുതൽ പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വിമർശനം ഉയർന്നു വരുവാനുള്ള കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന യു.പിയിൽ അവിടെ മുസ്ലിം ദളിത് പിന്നാക്ക വോട്ടുകൾ ഗതി നിർണ്ണയിക്കും. പട്ടേൽ ദളിത് പ്രക്ഷോഭമാണ് ഗുജറാത്തിൽ ശക്തമായിരിക്കുന്നത്. ഗുജറാത്ത് ബി.ജെ.പിയാണ് ഭരിക്കുന്നതെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യം ഗുജറാത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ദളിത് പിന്നാക്ക വോട്ടുകളും ഒപ്പം മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകളും ഇത് ബി.ജെ.പിക്ക് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇതൊരു അജണ്ട മാറ്റം എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കാവുന്നതാണ്. അല്ല, വ്യാഖ്യാനിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ എക്കാലത്ത് ബി.ജെ.പി എപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തും ഇതല്ലാതെ എന്താ നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ ഞങ്ങളെ എതിർക്കുന്ന ആളുകളും പറഞ്ഞിട്ടുള്ളത്? ബി.ജെ.പി ഹിന്ദു അല്ല മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിം ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ല. ഗുജറാത്ത് എത്ര കാലമായി പ്രചരണം നടത്തി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ പറയാം, 12 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. എന്നിട്ട് പോലും അവിടെ 8 എണ്ണത്തിൽ അമുസ്ലിങ്ങളെ നിർത്തിയിട്ട് പോലും ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ലേ? അപ്പോൾ ഈ മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനം എന്നും ബി.ജെ.പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തെ മൈനോറിറ്റി വിരുദ്ധമായൊരു നിലപാട് ആണ് എന്ന് വരുത്തി തീർക്കേണ്ടത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആവശ്യമായിരിക്കാം. പക്ഷെ അതിൽ യാഥാർത്ഥ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ആരോടൊരു പ്രത്യേക സമീപനം ആ രീതിയിൽ എടുക്കുന്നില്ല. ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ളതാണ്. അതിൽ മുസ്ലിം വരും, ക്രിസ്ത്യൻ വരും, ഹിന്ദുവും വരും. അപ്പോൾ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ആശയ പ്രചരണത്തിനാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ കൗൺസിലിലെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നടപടി. ശരി, ശ്രീ എം ലിജു, രാഷ്ട്രീയ പ്രമേയത്തിൽ പക്ഷേ ബി.ജെ.പി പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും വികസനം എന്നാണ്. അതിൽ പ്രത്യേകിച്ചും ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനം. ഈ ഒരു രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേര് ബി.ജെ.പി എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ബി.ജെ.പി ദേശീയ കൗൺസിലിൽ നടത്തിയ ചർച്ചകളിൽ പോലും കോൺഗ്രസിൻ്റെ പേര് സൗകര്യപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു, അതല്ലെങ്കിൽ അവഗണിക്കുകയായിരുന്നു ബി.ജെ.പി ചെയ്തത്. രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ആദ്യ പാരഗ്രാഫിൽ മാത്രം കോൺഗ്രസിനെതിരെയുള്ള വിമർശനം വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച് ദളിത് പിന്നാക്ക വിഭാഗങ്ങളെ പ്രതിസന്ധിയിലാക്കി അവരെ പിന്നാക്ക നിലയിൽ തന്നെ തുടരുവാൻ കാരണക്കാരാക്കി എന്ന രീതിയിലാണ് കോൺഗ്രസിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ടാണ് ദേശീയ കൗൺസിൽ മുന്നോട്ട് പോയതും. ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനം രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൗൺസിലിലെ തൻ്റെ പ്രസംഗത്തിൽ മുസ്ലിം ജനവിഭാഗത്തെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത്, അവരെ വോട്ട് ബാങ്കായി ചിത്രീകരിക്കുകയല്ല വേണ്ടത് എന്ന് പറയുകയും ചെയ്തു. ഇതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസ് കാണുന്നത്? ഏറ്റവും പ്രധാനം കോൺഗ്രസിനെ അവഗണിച്ച കാര്യമാണ്. നമുക്ക് ആദ്യം ദീൻദയാൽ ഉപാധ്യായയിൽ നിന്ന് തുടങ്ങാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞ ആശയങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും പുറത്തു വന്നത്.
ദീൻദയാൽ ഉപാധ്യായ 1948 പുറത്തിറക്കിയ പുസ്തകം, അതായത് അദ്ദേഹം ഇറക്കിയ വാരിക രാഷ്ട്രസമസ്യ, ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ഒരു വ്യക്തി മുസ്ലിം ഒരു നല്ല വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി മുസ്ലിം ആകുന്നതോടെ ഇന്ത്യക്കെതിരാകും എന്നാണ്. ഒരു മുസ്ലിം നല്ലയാളാണെങ്കിലും അയാൾ ഒരു മുസ്ലിം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുന്നതോടെ അയാൾ മോശപ്പെട്ട ആളായി മാറുന്നു എന്നാണ് ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞത്. ഇപ്പോൾ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിൽ RSS ആ പുസ്തകം, ആ വാരിക പുനഃപ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ആ പുനഃപ്രസിദ്ധീകരിക്കുന്നതിൽ കൃത്യമായ ലേഖനത്തിൽ തന്നെ ദീൻദയാൽ ഉപാധ്യായയുടെ വാക്കുകൾ ആവർത്തിക്കുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഈ പുതിയ കാലഘട്ടത്തിലും ആ വാക്കുകളെ പുനരാവിഷ്കരിക്കാൻ RSS ശ്രമിക്കുന്നത്. പിന്നെ BJPയുടെ മുസ്ലിം പിന്നോക്ക സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഈ നാട്ടിൽ മനുഷ്യൻ കഴിക്കുന്ന ആഹാരം, മാംസം വീട്ടിൽ സൂക്ഷിക്കുന്നതിനെ, ഇടിച്ചു കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്ന ആളുകളാണ് BJPയുടെ MPമാർ. സാക്ഷി മഹാരാജ് പറഞ്ഞ കാര്യം ഞാൻ നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? പശുവിനെ ഇറച്ചി കഴിക്കുന്നവനെ കൊല്ലണമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സാക്ഷി മഹാരാജ് പറഞ്ഞതിനെ നരേന്ദ്രമോദിയോ ഏതെങ്കിലും BJP നേതാവോ തള്ളിപ്പറഞ്ഞു? അദ്ദേഹത്തിന് നേരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അച്ചടക്കം എടുത്തിട്ടുണ്ടോ? സാക്ഷി മഹാരാജ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നില്ലേ? പിന്നെ കോൺഗ്രസിനെ സംബന്ധിക്കുന്ന കാര്യം, ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം BJP ദേശീയ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം, അദ്ദേഹം പാകിസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ രാജ്യവും ഒരുമിച്ച് സ്വാതന്ത്ര്യം നേടി, നിങ്ങൾ ഭീകരതയെ കയറ്റി അയക്കുന്നു, ഞങ്ങൾ കയറ്റി അയക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്നാണ്. ഇതാർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്? 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടതിന് ശേഷം പാകിസ്ഥാനിൽ ഒരു മതാത്മകമായ ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നതുപോലെ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിന് പകരം അധികാരത്തിൽ വന്നതെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനെപ്പോൾ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആകുമായിരുന്നു. ഒരു മുസ്ലിം വ്യക്തി ഒരു മുസ്ലിമായി ജനിച്ചാൽ തന്നെ ഇന്ത്യക്ക് എതിരാകും എന്ന് പറഞ്ഞ ദീൻദയാൽ ഉപാധ്യായ പോലുള്ള ആളുകൾക്ക് പകരം ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പോലുള്ള ആളുകൾ ഇന്ത്യ ഭരിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആകാതിരുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അർഹിക്കുന്ന ആദരവ് കിട്ടിയത്. പിന്നെ കോൺഗ്രസിനെ അവഗണിച്ചത് അത് തന്നെ ഒരു തന്ത്രമല്ലേ? വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യ എതിരാളി ആരാണ്? കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, മുഖ്യ എതിരാളി കോൺഗ്രസ്സാണ് BJPയുടെ. ഹരിയാനയിൽ മുഖ്യ എതിരാളി കോൺഗ്രസ്സാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJP നേരിടാൻ പോകുന്ന മുഖ്യ എതിരാളിയായ കോൺഗ്രസിനെ കേരളത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ഇഗ്നോർ ചെയ്തതിൻ്റെ കാരണം എന്താ? അവർക്ക് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് CPM BJP ഒത്തുകളി കേരളത്തിൽ നടക്കുന്നുവെന്നാണ്. BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് കേരളത്തിൽ ദുർബലപ്പെടണം, എങ്കിൽ മാത്രമേ 10-13 സീറ്റ് 14 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറി നിൽക്കുകയുള്ളൂ. CPMനെ സംബന്ധിച്ച് അവരുടെ ദേശീയ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. BJP ദേശീയ തലത്തിൽ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് കുറേ കാലം തുടർച്ചയായി കേരളം ഭരിക്കണം. അതിന് BJP എതിർക്കുന്ന മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ BJP കേരളത്തിൽ വളരാൻ പോവുകയാണ്, അവരാണ് മുഖ്യ എതിരാളികൾ എന്ന് വരുത്തി CPM BJP മാച്ച് ഫിക്സിംഗ് നടക്കുന്നു എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദേശീയ കൗൺസിലിൽ അവസാന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വിഷയത്തിൽ പറഞ്ഞത് CPMന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു കാട്ടുന്നു എന്നാണ്. മാത്രമല്ല ഇതിനെ ദേശീയ തലത്തിൽ ചർച്ചയിൽ കൊണ്ടുവരണമെന്ന്, CPMന്റെ അക്രമത്തെ ദേശീയ തലത്തിൽ ചർച്ചയിൽ കൊണ്ടുവരണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനും BJP വ്യക്തമായ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ CPMന് നല്ല പ്രതിച്ഛായയാണുള്ളത്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടി, അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം ഇല്ലാത്ത പാർട്ടി തുടങ്ങിയ പ്രതിച്ഛായകൾ. ഈ പ്രതിച്ഛായ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. അപ്പോൾ ആ ലക്ഷ്യമുള്ള BJP എങ്ങനെ ഇവിടെ ഒരു മാച്ച് ഫിക്സിംഗ് നടത്തും CPMുമായി? അല്ല മഞ്ജുഷ്, ഇത്ര നിസ്സാരമാണ്, നമ്മൾ വളരെ ലളിതവൽക്കരിച്ച് ചിന്തിക്കാമോ? ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരു CPM ഒരു എതിരാളിയാണോ? ഒരു നല്ല ഇമേജ് ഉണ്ട് കേരളത്തിൽ. SUCIക്ക് നല്ല ഇമേജുള്ള നല്ല ബുദ്ധിജീവികളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SUCI എന്ന് പലപ്പോഴും പലരും വിലയിരുത്താറുണ്ട്. നല്ല ആളുകൾ, എനിക്ക് പരിചയമുള്ള നല്ല ആളുകൾ കേരളത്തിലുണ്ട്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാക്കന്മാരും കേരളത്തിൽ നല്ല മനുഷ്യരാണ്. ശ്രീ ദേവരാജനൊക്കെ വളരെ മനോഹരമായി സംസാരിക്കുന്ന ആളുകൾ, നല്ല ആളുകളാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് അവരെ മോശപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് SUCIയും ഫോർവേഡ് ബ്ലോക്കിനെയാണോ ആക്രമിക്കുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് BJPയും CPMും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തമ്മിലാണ് മത്സരമെന്നാണ്? എന്തുകൊണ്ടാണ്? BJPയെ സംബന്ധിച്ച് അവർക്ക് കടന്നു വരാൻ കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി മാറ്റി നിർത്തണം. CPMനെ സംബന്ധിച്ച് കോൺഗ്രസ് ദുർബലമാണ്, പകരം BJP ഉയർന്നു വരുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന മതേതര വോട്ടർമാരും മതന്യൂനപക്ഷങ്ങളും ഞങ്ങൾക്കൊപ്പം നിൽക്കണം, കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് തകർക്കണം. ഇത്തരത്തിൽ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ നേരെ പറയുന്നതായിരിക്കില്ല അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം.
നരേന്ദ്രമോദി കേരളം പോലൊരു സംസ്ഥാനത്ത് വന്നിട്ട് CPM-നെ മാത്രം എതിർക്കുന്നതിൻ്റെ പിന്നിലെ തന്ത്രം എന്താണെന്ന് വളരെ പകൽ പോലെ വ്യക്തമാണ്. ഇവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പരമുള്ള വാഗ്വാദങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. കാരണം കേരള രാഷ്ട്രീയം ഇവർക്കിടയിൽ പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വരുത്തി മതന്യൂനപക്ഷങ്ങളെയും മതേതര വോട്ടർമാരെയും CPM-ലേക്ക് മാറ്റുവാനും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്പേസ് ഡിമിനിഷ് ചെയ്യുക എന്ന ആസൂത്രണമായ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾ ആചാര്യപരമ്പത്ത് പ്രദീപൻ ഉൾപ്പെടെയുള്ളവർ 6 വർഷവും 7 വർഷവും ജയിലിൽ കിടന്ന് പുറത്തു പോയപ്പോൾ അതിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ച ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മയെ പിൻവലിപ്പിച്ചത് കേരള BJP നേതാക്കന്മാരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഒത്തുകളിയെന്നും എന്തായാലും BJP ദേശീയ കൗൺസിലിൽ ഈ മുസ്ലിം ജനവിഭാഗത്തെ ഒപ്പം നിർത്തണം, വോട്ട് ബാങ്കായി കണക്കാക്കരുത്, അവർ നമ്മളിൽ ഒരാളാണ് എന്ന രീതിയിൽ കാണണം എന്ന പ്രഖ്യാപനം ഇതാണ് ചർച്ച ചെയ്യുന്നത്. എങ്കിലും അവിടെ CPM-നെതിരായി കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ആദ്യം അതിനുള്ള മറുപടി ശ്രീ MP രാജേഷ് നൽകുക. ഒരു മാച്ച് ഫിക്സിംഗ് നടക്കുന്നു, ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ വന്ന് ഇങ്ങനെയൊരു പ്രഖ്യാപനം, അതായത് CPM-ന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു കാട്ടണം എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനം നടത്തിയത് പ്രധാനമന്ത്രി എന്ന്. ഇവിടെ കേരളത്തിൽ CPIM-നെതിരായിട്ട് വലിയ ആക്രമണമാണ് RSSും BJPയും ചേർന്ന് അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇപ്പം മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈയിടെയായിട്ടത് വർദ്ധിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം RSS BJP ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അനേകം CPIM പ്രവർത്തകർ ഇതിനകം രക്തസാക്ഷികളായിട്ട് മാറുകയുണ്ടായി. അതിനെയാണ് ലിജു ഒത്തുകളി എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിയാണ്, RSSന് CPIM-ൻ്റെ പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടി ഒത്തുകളി നടത്തി അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നാണല്ലോ ഇപ്പോൾ ലിജു പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണ ലിജു എൻ്റെ നല്ല സുഹൃത്താണ്, യുക്തിഭദ്രമായിട്ട് സംസാരിക്കുന്ന അപൂർവം കോൺഗ്രസ് പ്രതിനിധികളിൽ ഒരാളാണ് അദ്ദേഹം. വിദണ്ഡവാദങ്ങൾ താരതമ്യേന കുറച്ചുന്നയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഈ വാദം അങ്ങേയറ്റം യുക്തിരഹിതമായി പോയി എന്ന് പറയാതിരിക്കാനാവില്ല. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹം അത്രയും പരാജയപ്പെട്ടൊരു കേസ് ബാധിക്കേണ്ടി വരുമ്പോൾ എന്ത് പറഞ്ഞാണ് കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രസക്തി അദ്ദേഹത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുക? അപ്പോൾ ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ മാർഗമില്ല, ഗത്യന്തരമില്ലാതെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വരുമ്പോൾ പാർട്ടിയെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിക്കേണ്ടി വരും. എന്നാൽ വസ്തുത എന്താണ്? വസ്തുത CPIM അല്ലെങ്കിൽ CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം പാർലമെൻറ്റിലെ അംഗസംഖ്യയിലൊരു വലിയ ശക്തിയാവണമെന്നില്ല. അത് ഒരു കാലത്തും ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു വലിയ ശക്തി ആയിരുന്നില്ല CPIM. പരമാവധി 40-41 സീറ്റാണ് CPIM-നുണ്ടായിട്ടുള്ളത്. പക്ഷേ എല്ലാ കാലത്തും ഒരു ഭരണവർഗ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദു CPIM-ഉം ഇടതുപക്ഷവുമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തിനെതിരായ, കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായിട്ടുള്ള വലിയ കടന്നാക്രമണം രാജ്യത്ത് നടക്കുമ്പോൾ അതിനെതിരായ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിനോ ഇലക്ടറൽ പൊളിറ്റിക്സിനോ അപ്പുറമുള്ള ഒരു സ്വാധീനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലുത്തുന്നത്, അത് ബൗദ്ധികമായി, രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി എല്ലാം ചെലുത്തുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷമാണ് 2004 മോഡിയുടെ മനസ്സിലക്കാര്യമുണ്ട്. രണ്ടാമതും തിരിച്ചു വരാൻ തയ്യാറായിരുന്ന ഇന്ത്യ ഷൈനിങ് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളിലൂടെ തിരിച്ചുവരവ് ഉറപ്പിച്ചിരുന്ന BJPക്കെതിരായി ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളെ മുഴുവൻ സമാഹരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്, ഒന്നാം UPA ഗവൺമെൻറ്റിനെ തന്നെ സാധ്യമാക്കി തീർത്തത് ഇടതുപക്ഷമായിരുന്നു. ഹർകിഷൻ സിംഗ് സുർജിത്ത് അക്കാര്യത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് സോണിയാഗാന്ധി വരെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. അത് ലിജു നിഷേധിക്കും, ആ കാര്യമെങ്കിലും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മതനിരപേക്ഷ ശക്തികളെയാകെ യോജിപ്പിച്ച് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നേതൃനിരയിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് പാർട്ടിയുടെ വലുപ്പത്തിനും അപ്പുറം നിർവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് CPIM. ഇന്നും ഇന്ത്യൻ പാർലമെൻറ്റിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ ശക്തികളെ മുഴുവൻ ഏകോപിപ്പിക്കുന്നത്, സമാഹരിക്കുന്നതിൽ നിർണായക പങ്കാണ് CPIM-ഉം ഇടതുപക്ഷവും വഹിക്കുന്നത്. പല കോൺഗ്രസ് നേതാക്കൾ പോലും സ്വകാര്യ സംഭാഷണങ്ങളിൽ സംവദിക്കാറുള്ളത്, മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരും ഡൽഹിയിൽ സംവദിക്കുന്ന ഒരു കാര്യം, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് എന്ന കാര്യമാണ്. എത്രയോ കോൺഗ്രസ് നേതാക്കൾ ഇത് സ്വകാര്യ സംഭാഷണത്തിൽ സംവദിക്കാറുണ്ട്. CPIM-നേക്കാൾ അംഗസംഖ്യ രാജ്യസഭയിൽ കോൺഗ്രസിനുണ്ട്.
പക്ഷേ രാഷ്ട്രീയമായി ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ കുന്തമുനയായിട്ട് നിൽക്കുന്നത് CPIM ആണ്. പാർലമെൻറ്റിനകത്ത് പരിമിതമായ അംഗബലത്തിന്